ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിങ്ങളുടെ മോളുടെ ജാതകം എന്ന് ഞങ്ങളുടെ ചെറുക്കന്റെ ജാതകമായിട്ട് കൂട്ടിക്കെട്ടിയോ അന്ന് മുതൽ അപശകുനമാണ്. എന്തിനാ പെണ്ണും പിള്ളേ നിങ്ങളുടെ ശാപവും കൂടി ഞങ്ങളുടെ തലയിലോട്ട് കെട്ടിവെക്കുന്നേ? ആർക്ക് ശാപം? എനിക്കോ അതോ എന്റെ മോക്കോ? തറവാട്ടിൽ എല്ലാരും കൂടെ എന്തെങ്കിലും കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിലേ അത് എന്റെ മുമ്പിൽ വിളമ്പാനായിട്ട് നിൽക്കണ്ട. നാട്ടിൽ എന്നെ അവൾ എന്താ ചെയ്തേന്ന് അറിയോ നിനക്ക്? എന്താ? നാട് നീളെ അവള് പോസ്റ്റ് ഒട്ടിച്ചു. ഞാൻ പെരുങ്കള്ളിയാണെന്നും ഞാൻ ഇനി കുട്ടനാട്ടില് കാല് കുത്താൻ പാടില്ലെന്നും ആളുകളെ മുഴുവൻ പറഞ്ഞു പഠിപ്പിച്ചു. അപ്പൊ എന്ത് വേണമെന്ന് ചേച്ചി പറയുന്നേ? നാട്ടിൻപുറത്ത് നിസ്സാരായിട്ട് തീരേണ്ട ഒരു കേസ് ഇത്തരത്തിൽ വലുതാക്കിയത് അവളാ. അതിനവളെ കൊന്നു കളഞ്ഞാലല്ലാതെ എനിക്ക് സമാധാനം കിട്ടില്ല. കുറച്ചുകൂടി രാത്രിയാവട്ടെ, ഞാൻ പറയുന്ന പോലെ അങ്ങ് ചെയ്താ മതി. ഒരു തെളിവും ബാക്കിയാവാതെ സുന്ദരിക്കെതിരെ പോസ്റ്റർ ഒട്ടിച്ച് ഒരുത്തി ഇനി ഈ ഭൂമിയിൽ വേണ്ട. ചേച്ചി പറഞ്ഞാ മതി, പറയുന്ന പോലെ ഞങ്ങൾ ചെയ്തോളാം. എന്നെ വിട്ടേക്ക്, ദൈവത്തെ ഓർത്ത് എന്നെ വിട്ടേക്ക്. ഹലോ അമ്മേ. മാണിക്കുഞ്ഞെ, മോൻ എങ്ങനെയുണ്ട്? നല്ല ക്ഷീണമുണ്ട്. ഡോക്ടർ എല്ലാ ടെസ്റ്റുകളും നടത്തുന്നുണ്ട്. അതിന്റെ റിസൾട്ട് കിട്ടുന്നവരെ ഒബ്സർവേഷനില്ല. എനിക്കൊരു സമാധാനം ഇല്ലല്ലോ മാണിക്കുഞ്ഞെ. ഞാൻ അങ്ങോട്ട് വരാം. അതിന്റെ ആവശ്യമില്ല, ഇവിടെ ഇപ്പൊ ഞാനുണ്ടല്ലോ. നവീൻ സാർ ഒബ്സർവേഷനില്ല എന്ന് പറഞ്ഞാ ഇപ്പൊ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാൻ വന്നവന്റെ അടുത്തിരുന്നോളാം. അവനും അതൊരു ആശ്വാസമായിരിക്കും. മിക്കവാറും റിസൾട്ട് എല്ലാം കിട്ടിക്കഴിയുമ്പോ ഞങ്ങൾ അങ്ങോട്ട് പുറപ്പെടും. വെറുതെ എന്തിനാ ബുദ്ധിമുട്ടുന്നേ? അല്ല മാണിക്കുഞ്ഞെ, ഞാൻ വിളിക്കാം. എന്തായി പോയവരുടെ വിശേഷം? ഡോക്ടർ എന്തൊക്കെയോ ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. അതിന്റെ എല്ലാം റിസൾട്ട് നോക്കിയിട്ട് ആശോളവരെ കൈ കിട്ടിയാ പിന്നെ ഹോസ്പിറ്റലുകാർക്ക് ടെസ്റ്റോട് ടെസ്റ്റാ. ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്റെ മോൻ. ആദ്യം പോലീസുകാരി പിടിച്ചോണ്ട് പോയി, ഇപ്പൊ ദേ ആശുപത്രിയിലും. എന്തൊരു ഗതികേടായത്. ആ ഗതികേടിന്റെ പേരെ നന്ദിയില്ലായ്മ. മനസ്സ് പൊള്ളുമ്പോ പറയാതിരുന്നിട്ട് കാര്യമില്ലല്ലോ. ചെറുപ്പകാലം മുതല് നവീൻ എന്നെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞു നടന്നിട്ട് അവസാനം ഒരു മിസ് കേരളെ കണ്ടപ്പോ എന്നെ തള്ളിക്കളഞ്ഞിട്ട് എല്ലാവരും കൂടി അവളുടെ പിന്നാലെ പോയതല്ലേ. നവീൻ അങ്ങനെ പറഞ്ഞത് പോട്ടെ, അമ്മാവനും അമ്മായും മുത്തശ്ശി അതിന് കൂട്ടു നിൽക്കുന്നത് ശരിയാണോ? ഞങ്ങളുടെ മോള് സഹിച്ചു, ഞാനും സഹിച്ചു, നിർമ്മലയും സഹിച്ചു. പക്ഷെ ദൈവം പൊറുക്കുവോ? ആ പെങ്കൊച്ചുണ്ടല്ലോ ഗാഥ, അവളൊരു വിഷകന്യകയാണ്. തൊട്ടാ വിഷം തീണ്ടും. അതാ പോലീസുകാർ വന്ന് പിടിച്ചോണ്ട് പോയതും ഇപ്പൊ ആശുപത്രി കിടക്കുന്നതും ഒക്കെ. ഇനിയെങ്കിലും കണ്ണു തുറന്ന് യാഥാർത്ഥ്യം കാണാൻ ശ്രമിക്കൂ സുമിത്രേ. ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ഉദയ? ബാക്കിയുള്ളവർ എന്തവസ്ഥയിലായിരുന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം മാത്രമേ ഉള്ളൂ. ഓ, ഞങ്ങളുടെ കാര്യം പിന്നെ ഞങ്ങൾക്ക് പറഞ്ഞല്ലേ പറ്റൂ. എനിക്കൊന്നും കേക്കണ്ട. ഞാൻ നവീന്റെ അടുത്തേക്ക് പോവാ. അങ്ങോട്ട് എന്തിനാ പോകുന്നത്? അവിടെ ആവശ്യത്തിന് ആളില്ലേ? എന്റെ മോന്റെ ചുറ്റും എത്ര ആളുണ്ടായിരുന്നാലും ഞാൻ ഉണ്ടാകുന്ന പോലെ വരുവോ? ചേച്ചി, പേടിക്കൊന്നും വേണ്ട, ഹോസ്പിറ്റലില. ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. നല്ല ക്ഷീണമുണ്ട്. ഭക്ഷണമൊന്നും കഴിച്ചില്ലെന്ന് ഇവര് പറഞ്ഞു. ആദ്യം ഭക്ഷണം കഴിക്കണം. ഒന്ന് കാര്യമായിട്ട് പറ ഡോക്ടറെ. ഒരുപാട് തവണ ഞാൻ നിർബന്ധിച്ചതാ. മോളെ കെട്ടിയിട്ട് ഭക്ഷണം കഴിക്കുമെന്നും പറഞ്ഞ് നടക്കായിരുന്നു. മോള് വരും കേട്ടോ. പക്ഷെ കാത്തിരിക്കാനാണെങ്കിലും അമ്മയ്ക്ക് ആരോഗ്യം വേണ്ടേ? കൊറേ മരുന്ന് കഴിക്കാനുണ്ട്. ഭക്ഷണം ഒഴിവാക്കിയാ പറ്റില്ല. കഴിച്ചോളാം. സിസ്റ്റർ, ഭക്ഷണം കഴിഞ്ഞിട്ട് ഞാൻ എഴുതി തന്ന ഗുളിക കൊടുക്കണം. കുറച്ചു കഴിഞ്ഞിട്ട് ഞാൻ വന്ന് നോക്കിക്കോളാം. ചേച്ചി, ഞാൻ പോയി എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരാം. സുനന്ദേ, എന്റെ കൃഷ്ണമോള്. ചേച്ചി, ഇവിടെ കിടന്ന് ഇങ്ങനെ വിഷമിച്ചാല് നമുക്ക് ഇപ്പോഴൊന്നും ഇവിടുന്ന് പോവാൻ പറ്റില്ല. നമുക്ക് പോവണ്ടേ? കൃഷ്ണയും ഗോപാലേട്ടനെയും കണ്ടുപിടിക്കണ്ടേ? ആ സുന്ദരി നമ്മളെ ചതിച്ചതാ സുനന്ദേ. അവള് അതുകൊണ്ടാ നമ്മളെ വിട്ട് അവിടെ നിന്ന് ഓടിപ്പോയത്. ഗോപാലന്റെ കാര്യത്തില് നിനക്ക് സങ്കടം ഉണ്ടെന്ന് എനിക്കറിയാം. ഞാനിങ്ങനെ ചത്തതിനൊപ്പം കിടക്കുമ്പോ നീ എന്ത് പറഞ്ഞു കരയുമല്ലേ? ഒന്നും സാരില്ല ചേച്ചി. നമ്മളെ പോലെയുള്ള ആൾക്കാരെ
ദൈവം കരയാൻ ഏൽപ്പിച്ചിരിക്കുകയല്ലേ. ഹലോ. സിത്താര മാഡം അല്ലേ? അതെ, ആരാണ്? എന്റെ പേരിന്റെ കൂടെ മാഡം എന്നോ സാറെന്നോ ഒന്നും ഇല്ല. ഞാൻ വെറും ഉദയൻ, കളരിക്കല ഉദയൻ. എന്താ വിളിച്ചത്? അതെ, നിങ്ങൾ അമ്മയും മോളും കൂടെ എന്താ ഉദ്ദേശിക്കുന്നത്? അല്ല, നിങ്ങളുടെ മോൾ ആരുടെ കൂടെ കറങ്ങാൻ പോയി അവളെ കാണാനില്ല. അവളെ നവീൻ തട്ടിക്കൊണ്ടുപോയെന്നും പറഞ്ഞ് നിങ്ങൾ കേസും കൊടുത്തു. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവനെ തല്ലി ചതച്ചിട്ടിരിക്കുക. അനാവശ്യം പറയരുത്. പോലീസ് അയാളെ ഉപദ്രവിച്ചിട്ടില്ല. നവീൻ പിന്നെ എങ്ങനെ സുഖമില്ലാതെ ആശുപത്രിയിലായി? ആശുപത്രിയിലായ നവീൻ ഇതുവരെ ബോധം വീണിട്ടില്ലെന്ന്. ഏത് ഹോസ്പിറ്റല്? JK ഹോസ്പിറ്റല്. നിങ്ങളുടെ മോളുടെ ജാതകം എന്ന് ഞങ്ങളുടെ ചെറുക്കന്റെ ജാതകമായിട്ട് കൂട്ടിക്കെട്ടിയോ അന്ന് മുതൽ അപശകുനമാണ്. എന്തിനാ പെണ്ണും പിള്ളേ നിങ്ങളുടെ ശാപവും കൂടി ഞങ്ങളുടെ തലയിലോട്ട് കെട്ടിവെക്കുന്നേ? ആർക്ക് ശാപം? എനിക്കോ അതോ എന്റെ മോക്കോ? തറവാട്ടിൽ എല്ലാരും കൂടെ എന്തെങ്കിലും കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിലേ അത് എന്റെ മുമ്പിൽ വിളമ്പാനായിട്ട് നിൽക്കണ്ട. സിതാര ശ്രീനിവാസനെ നിങ്ങൾക്ക് ശരിക്കും അറിയില്ല. അയ്യോ, ഞങ്ങൾക്ക് അത്ര കൂടുതൽ അറിയാനുള്ള ആഗ്രഹമൊന്നും ഇല്ല. ഇനി കളരിക്കൽ വീട്ടിലേക്കോ നവീൻ കിടക്കുന്ന ആശുപത്രിയിലേക്കോ നിങ്ങളെ കെട്ടിയെടുക്കണ്ട. കളരിക്കൽ കുടുംബത്തിന്റെ പാരമ്പര്യം എന്താണെന്ന് നിങ്ങൾക്ക് ശരിക്കും അറിയത്തില്ല. ശത്രുക്കളോട് ഒരു ദയം കാണിക്കത്തില്ല ഞങ്ങള്. സ്റ്റോപ്പ് ഇറ്റ്. തറവാട്ടിത്തത്തിന്റെ പേരിൽ നിങ്ങളെന്നല്ല എനിക്ക് നേരെ ഭീഷണി ഉയർത്തി കളരിക്കൽ തറവാട്ടിൽ നിന്ന് ആര് വന്നാലും അവരൊരു പാഠം പഠിച്ചേ മടങ്ങൂ. നവീനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കാത്രേ. എന്തുപറ്റി? അതൊരു പക്ഷേ അവരുടെ അഡ്വക്കേറ്റ് പറഞ്ഞു കൊടുത്തൊരു തന്ത്രമായി. നവീനെ പോലീസ് തല്ലി ചതച്ചു എന്നൊക്കെ പറഞ്ഞ പുതിയ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. സിനിവ, നമുക്ക് നവീനെ കാണണം. അല്ല മാഡം, ഈ കണ്ടീഷനിൽ നമ്മൾ അങ്ങോട്ട് ചെന്നോ? എനിക്കാരും ഭയമില്ല. പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങിയെങ്കിലും എന്റെ മകൾ എവിടെയാണെന്ന് എനിക്ക് നവീനെ കൊണ്ട് പറയിപ്പിക്കണം. വാ. അമ്മ എന്തിനാ ഇങ്ങോട്ട് വന്നേ? എനിക്ക് നിന്നെ കാണണ്ടേ? അവിടെ ഇരുന്ന ഓരോരുത്തരുടെ കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരും. മോൻ ഇനി ഒരു കുഴപ്പമുണ്ടാവില്ല. അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്. അതെനിക്കറിയാം. ഞാൻ എപ്പോഴും മുന്നോട്ട് വയ്ക്കുന്ന ഓരോ ചുവടിലും അമ്മയുടെ പ്രാർത്ഥന കൂടെയുണ്ടെന്ന്. എന്തെങ്കിലും അസുഖം ഉണ്ടായിട്ട് ഹോസ്പിറ്റൽ അഡ്മിറ്റഡ് ആയതാണോ അതോ പോലീസ് കേസിന്റെ രൂക്ഷത അറിയിക്കാനായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ അഭിനയിക്കുന്നതാണോ? എന്തിനാ സിത്താര വന്നത്? ഇനിയും എന്റെ മോനെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? എനിക്ക് എന്റെ മകളെ കുറിച്ച് അറിഞ്ഞാൽ മതി. അതിന് ഏത് കണ്ടീഷനിലായാലും ഞാൻ ചോദിക്കും.